ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ലോകമെമ്പാടും അറിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ്റെ ഗ്രഹനിലയാണ്. സാക്ഷാൽ ഇലോൺ മസ്ക്. 28/6/1971 മകം 3-ാം പാദമാണ് നക്ഷത്രം. അസുരഗണത്തിലുള്ള നക്ഷത്രമാണ്. മീനലഗ്നം. 2-0, 3-ൽ ശുക്രൻ, ശനി, 4-ൽ സൂര്യൻ, ബുധൻ, 5-ൽ ശിഖി അഥവാ കേതു, 6-ൽ ചന്ദ്രൻ, 7-8-0, 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, 10-0, 11-ൽ കുജൻ, രാഹു, 12-ൽ ഗുളികൻ അഥവാ മാന്തി. ഇതാണ് ഇലോൺ മസ്കിൻ്റെ ഗ്രഹനില. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ലോകത്തിലെ തന്നെ, അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. $400 ബില്യൺ ആസ്തിയുമായിട്ട് മസ്കാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരം സാധ്യതകൾ എന്തൊക്കെയാണ് ജ്യോതിഷ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില എന്തൊക്കെയാണ് ഈ പറയുന്ന സമ്പന്നതയിലേക്ക് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായ ഒരു കൗതുകം കൊണ്ട് കൂടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഇദ്ദേഹം വ്യാഴ ലഗ്നമാണ്. ലഗ്നാധിപൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് 9-ലാണ്. ഏറ്റവും നല്ല ഒരു അവസ്ഥയാണത്. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ 3-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ഇടവത്തിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്, ഒപ്പം ശനി. ഇദ്ദേഹത്തിൻ്റെ 4-ലാണ് ബുധൻ്റെ ക്ഷേത്രത്തിൽ തന്നെ സൂര്യൻ, ബുധൻ. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ 11-ലാണ് രാഹു, കുജൻ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇദ്ദേഹം ഇത്രയും സമ്പന്നതയിലേക്ക് വന്നിട്ടുള്ളത്. അതായത് വ്യാഴ ലഗ്നമായതുകൊണ്ട് തന്നെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള, വളരെ ഏറ്റവും മികച്ച രീതിയിൽ ഓർഗനൈസിങ് കപ്പാസിറ്റിയൊക്കെയുള്ള, നേതൃഗുണമുള്ള, നേതൃപാഠവുമുള്ള ഒക്കെയുള്ള ഒരു ഗ്രഹനിലയാണിത്. അത് തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവുമാണ്. പ്രത്യേകിച്ച് അത്ഭുതമൊന്നും അതിലില്ല. ഇദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ അധിപൻ എന്ന് പറയുന്നത് 10-ൻ്റെ അധിപൻ വ്യാഴമാണ്. നിൽക്കുന്നത് 9-ലാണ്, കൂടാതെ വ്യാഴ ലഗ്നവുമാണ്. ഓക്കെ, കണ്ടില്ലേ? ലഗ്നം, ഭാഗ്യസ്ഥാനം, കർമ്മസ്ഥാനം. കർമ്മസ്ഥാനത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത്. എന്ത് തൊഴിൽ ചെയ്യുന്നുവോ അതിൽ നിന്ന് പരിധിയിൽ കൂടുതലായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു ജാതകമാണിത്. എന്നാൽ ചോദിക്കും, ഇദ്ദേഹത്തിന് നെഗറ്റീവ്സ് ഇല്ലെന്ന്. ഇദ്ദേഹത്തിനും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന ദശ രാഹുദശയാണ്. രാഹു പൊതുവെ പല ആളുകൾക്കും മോശം അനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് എന്നുള്ള ഒരു പൊതുചിന്ത നമ്മൾക്കിടയിലുണ്ട്. ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്നത് രാഹുദശയിലാണ്. അപ്പോൾ എങ്ങനെയാണ് രാഹുദശയിൽ ഒരാൾ $400 ബില്യൺ ആസ്തിയുമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകുക എന്നൊരു ചോദ്യം ഉണ്ടാകാം. പക്ഷേ അതിനൊരു ഉത്തരവുണ്ട്. അതായത് 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ശല്യക്കാരനല്ല, അല്ലെങ്കിൽ ദോഷകാരകനല്ല. ഈ ഗ്രഹനിലയിൽ എവിടെയാണ് രാഹു നിൽക്കുന്നത്? 11-ലാണ് രാഹു നിൽക്കുന്നത്. ഓക്കെ. 11-ൽ കുജനോട് ചേർന്നിട്ടാണ് രാഹു നിൽക്കുന്നത്. കുജനാണെങ്കിൽ അവിടെ ഉച്ചനുമാണ്. ഓക്കെ. ഉച്ചത്തിൽ നിൽക്കുന്ന കുജനോടൊപ്പം നിൽക്കുന്ന രാഹു, അത് അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും ചിലപ്പോൾ നമ്മൾ തന്നെ വാർത്തകളിൽ, പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ 1-ാം സ്ഥാനം, സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടു 2-ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 3-ാം സ്ഥാനത്തേക്കോ ഇറങ്ങി. തൊട്ട് താഴെയുള്ള ജെഫ് ബെസോസ്, ആമസോണിൻ്റെ തലവൻ ജെഫ് ബെസോസ് 1-ാം സ്ഥാനത്തേക്ക് കയറി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രഞ്ച് ബിസിനസ്സുകാരനായിട്ടുള്ള ബെർണാഡ് ആർണോൾഡൊക്കെ 1-ാം സ്ഥാനത്തേക്ക് കയറി എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട്. അത് രാഹുവിൻ്റെ ഒരു നെഗറ്റീവ് അംശമാണത്. അതായത് ഒരു സ്ഥാനത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു തടസ്സം ഉണ്ടാവുകയും അതിൽ നിന്ന് 1-ൽ നിന്ന് 2-ലേക്ക് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തിന് അതിനെ മറികടക്കാനുള്ളൊരു ഗ്രഹനില ശേഷി ഉള്ളതുകൊണ്ട് അതിനെ മറികടന്ന് വീണ്ടും 1-ലേക്ക് വരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വലിയ പുതുമയൊന്നുമില്ല അതിൽ. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹം ജനിക്കുന്നത് കേതുദശയിലാണ്. കേതുദശ 28/6/71 തൊട്ട് 73 വരെയുള്ള കാലഘട്ടം, ഓഗസ്റ്റ് 73 വരെയുള്ള കാലഘട്ടം കേതുദശയായിരുന്നു. അതിനുശേഷം 20 കൊല്ലം ശുക്രദശയാണ്. അതിനുശേഷം 93 തൊട്ട് 99 വരെയുള്ള കാലം സൂര്യദശ, രവിദശയായിരുന്നു. അതിനുശേഷം ചന്ദ്രൻ 99 തൊട്ട് 2009 വരെയുള്ള കാലം ചന്ദ്രദശ 10 കൊല്ലം. അതിനുശേഷം കുജദശ 7 കൊല്ലം, 2009 ഓഗസ്റ്റ് 8-ാം തീയതി തൊട്ട് 2016 ഓഗസ്റ്റ് വരെ കുജദശയായിരുന്നു. അതിനുശേഷം രാഹുദശ
8/8/2016 തൊട്ട് 9/8/2034 വരെ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയായിട്ടുള്ള രാഹുദശ. അതിനുശേഷം ഇദ്ദേഹത്തിന് ലഗ്നാധിപൻ്റെയും കർമാധിപൻ്റെയും ഭാഗ്യസ്ഥാനത്തേക്കുന്ന വ്യാഴത്തിൻ്റെ ദശയായിട്ടുള്ള വ്യാഴദശ 9/8/2034 തൊട്ട് 9/8/2050 വരെ ഉള്ള 16 കൊല്ലക്കാലം. ഓക്കെ, അതിനുശേഷമാണ് ശനിദശ വരുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് നടക്കുന്നത് 21/7/2024 തൊട്ട് 7/2/2027 വരെയുള്ള കാലം രാഹുവിൽ ബുധൻ്റെ അപഹാര കാലഘട്ടമാണ്. അതായത് 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ്റെ അപഹാരകാലം. ഇദ്ദേഹത്തിന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ മാരീഡ് ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇദ്ദേഹം 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് രണ്ടും ഡിവോഴ്സായി പോയിട്ടുമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പക്ഷേ ഇനിയും റിലേഷൻസ് ഉണ്ടാകുമെന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ വരാം. കാര്യം 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4-ലാണ് ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് സൂര്യനോടൊപ്പം. ഈ 7-ാം ഭാവാധിപനായിട്ട് ബുധൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശൃംഗാരം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ അല്പം കൂടിയിരിക്കുകയും, അല്ലെങ്കിൽ റിലേഷൻസ്, ബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചാടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു ടെൻഡൻസി കൂടിയിരിക്കുകയും ചെയ്യും പൊതുവെ ഇത്തരക്കാർക്ക്. അദ്ദേഹവും അതിൽ പിന്നോട്ടല്ല. ഓക്കെ, പക്ഷേ വിവാഹകാരകനായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് സൂര്യനോടൊപ്പമാണ്. അതൊരു നെഗറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ 2 ബന്ധങ്ങളും വിവാഹമോചനത്തിൽ കലാശിച്ചിട്ടുണ്ട്. ഓക്കെ,